സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു വചനഭാഗം എടുത്തു വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പോകണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ കുമ്പസാരിക്കണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലണം എന്ന് പറയുന്നത്. ഇതിനൊക്കെയുള്ള ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈശോയുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ, വളരെ ലളിതമായ ഒരു വചനഭാഗം. പ്രിയപ്പെട്ട, അവിടെ മുന്തിരിച്ചെടിയുടെയും ശാഖയുടെ ഉപമകളുടെ ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതായത് ഈശോ പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നല്ല അവിടെ പറയുക, പക്ഷേ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിന് ഈശോ ഒരു ഉദാഹരണമായിട്ട് ഒരു ഉപമ പോലെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഒരു ഉപമ. പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ശാഖ അതിന്റെ താഴ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. എപ്പോഴാണോ ഒരു ശാഖ അതിന്റെ താഴ്ത്തണ്ടിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നത്, അകന്നു പോകുന്നത്, ആ നിമിഷം മുതൽ ആ ശാഖ ചെയ്യാനും നശിക്കാനുമായിട്ട് തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രകൃതി നമുക്ക് കാണിച്ചുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഏതൊരു ശാഖയാണോ താഴ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നത്, ആ താഴ്ത്തണ്ടിനോടുന്ന ജലവും ലവണവും വളമൊക്കെ സ്വീകരിച്ച് ആ ശാഖ ഫലപ്രദമാകുന്നു. ഒരുപാട് പൂക്കളും ഒരുപാട് കായ്കളും ഉണ്ടാകുന്നു. ഈ പ്രകൃതി നമ്മൾ പഠിപ്പിക്കുന്ന പാഠം അനുസരിച്ച് പ്രിയപ്പെട്ടവരെ, ഈശോയുമായി ചേർന്ന് നിൽക്കാതെ, ഈശോയാകുന്ന താഴ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ നമുക്കൊരിക്കലും നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണോ ഒരു ശാഖ ആ താഴ്ത്തണ്ട അകന്നു പോയി ചീഞ്ഞ് നശിച്ചു പോകുന്നത്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും താഴ്ത്തണ്ടാകുന്ന ഈശോയിൽ നിന്ന് അകന്നു തുടങ്ങുമ്പോൾ നമ്മളും ചെയ്യാനും നശിക്കാനും തുടങ്ങും. ആ ശാഖയ്ക്ക് വേണ്ടത്ര ജലവും ലവണം കിട്ടാതെ, താഴ്ത്തണ്ടിൽ വരുന്ന ജലവും ലവണം കിട്ടാതെ ആ ശാഖ ചെയ്യുന്നത് പോലെ, നശിക്കുന്നത് പോലെ ആ നമ്മളും ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ പതുക്കെ നമ്മളും നമ്മുടെ ജീവിതവും തകരാനും നശിക്കാനൊക്കെ ആരംഭിക്കും. അത് പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കേണ്ടത്, ഞാൻ എൻ്റെ ഈശോയുമായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ ഈശോയാകുന്ന താഴ്ത്തണ്ടിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ. അങ്ങനെ ചേർന്നാൽ മാത്രമേ ഒരു ശാഖയിൽ ഫലമുണ്ടാകുന്നത് പോലെ എൻ്റെ ജീവിതവും അനുഗ്രഹമാവുകയുള്ളൂ, എൻ്റെ ജീവിതവും കൃപയാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് സിൽച്ചാർ മിഷനിലാണ്. അവിടെ കോക്ബറോക്കിൽ ഞാൻ ആദ്യമായിട്ട് പഠിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യമാണ്. ഇപ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ, കൈത്തോർനോ ക്ലൈയൈ മാനിയ മുൻസഫാനോ ക്രൈ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ഒരു ചിന്തയോടുകൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ, വിശുദ്ധ കുംഭസാരത്തോട് ചേർന്ന് നിൽക്കാൻ, കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങനെ ചേർന്ന് നിന്ന് നല്ല ഫലപൂരിതമാകുവാൻ, നല്ല അനുഗ്രഹപ്രദമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും.